100 വർഷങ്ങളുടെ ചരിത്രവും കേരളത്തിൻ്റെ ആത്മാവും സമന്വയിച്ച് നിൽക്കുന്ന ഒരു വീട്. ഈ വീടിൻ്റെ 100ാമത് വർഷത്തെ ആഘോഷങ്ങൾ, ചരിത്ര സെമിനാർ, സംവാദം, സൗഹൃദ കൂട്ടായ്മ, കലാസായാഹ്നം, പുസ്തകശാല, ആദരവ് തുടങ്ങിയ വിവിധ പരിപാടികളോടെ സമാപിച്ചു. കരിങ്കല്ലുകൾ അടുക്കിക്കെട്ടി അല്പം ഉയരത്തിൽ ഉറപ്പോടെ ഉയർത്തിയ അടിത്തറയ്ക്ക് മുകളിലായി തച്ച് ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയ കൃത്യതയിൽ തടിയിൽ തീർത്ത 100 വർഷത്തെ പഴക്കമുള്ള വീട്. ഇത് വെറുമൊരു കെട്ടിടമല്ല, അന്നത്തെ മനുഷ്യരുടെ ജീവിത ദർശനവും സംസ്കാരവും ചേർത്ത് നെയ്തെടുത്ത ഒരു പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന കാലത്തിൻ്റെ സാക്ഷ്യമാണ് ഈ വീട്. ചൂടിനും മഴയ്ക്കും കാറ്റിനും അനുസരിച്ച് ശ്വസിക്കുന്ന ഘടന, സൂര്യൻ്റെ ചലനവും കാറ്റിൻ്റെ ദിശയും മഴയുടെ തീവ്രതയും മുൻകൂട്ടി കണക്കാക്കിയിട്ടാണ് ഇതിൻ്റെ അളവുകളും ദിശകളും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനാലാണ് വർഷങ്ങൾ കടന്നുപോയിട്ടും വീടിനുള്ളിലെ തണുപ്പും വായുവിൻ്റെ സുഖവും നിലനിൽക്കുന്നത്. അടിത്തറയിലെ ഈ കരിങ്കല്ലുകൾ ഉറപ്പിനെ പ്രതിനിധീകരിക്കുന്നു. തടിക്കൂട്ടങ്ങളുടെ കൃത്യമായ ചേർച്ചകൾ പണിക്കാരുടെ കഴിവിനെയും സഹനത്തെയും സാക്ഷ്യപ്പെടുത്തുന്നു. തച്ച് ശാസ്ത്രം അന്നൊരു തൊഴിൽ മാത്രമല്ല, തലമുറകളിലൂടെ കൈമാറപ്പെട്ട അറിവിൻ്റെ സമ്പത്തായിരുന്നു അത്. ഓരോ കൂട്ടുചേരലും ഒരു പിഴവിനും ഇടവില്ലാത്ത വിധം കൃത്യതയിൽ തീർത്തതാണ്. പഴയകാലത്ത് വീടുകൾ പണിയുന്നത് ഒരു ചടങ്ങായിരുന്നു, ഒരു തലമുറയ്ക്കല്ല, തലമുറകൾ താമസിക്കാൻ ഒരുക്കിയ ദീർഘദർശനം. ജീവിതശൈലി ലളിതമായിരുന്നുവെങ്കിലും മൂല്യങ്ങളിൽ അവർ സമ്പന്നരായിരുന്നു. വീടുകൾ കുടുംബ ബന്ധങ്ങളുടെ കേന്ദ്രമായിരുന്നു. മുറ്റവും തിണ്ണയും പടിപ്പുരയും മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഇടങ്ങളായി നിലകൊണ്ടു. ഇത്തരം വീടുകൾ അന്നത്തെ മനുഷ്യന്റെ സമയത്തോടുള്ള ബന്ധവും പറയുന്നു. അവർക്ക് അന്ന് തിരക്കില്ലായിരുന്നു, പക്ഷെ ഉറപ്പുണ്ടായിരുന്നു. വേഗമില്ല, നിലനിൽപ്പായിരുന്നു അവരുടെ ലക്ഷ്യം. 100 വർഷം പിന്നിട്ടിട്ടും ഈ വീട് ഇന്നും നിലനിൽക്കുന്നത് അന്നത്തെ അറിവിൻ്റെയും പ്രകൃതിയോടുള്ള ആദരവിൻ്റെയും തെളിവാണ്. അത് ഒരു പഴയ ഓർമ്മയായി മാത്രമല്ല, ഇന്നും നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമായി തീർന്നിരിക്കുന്നു. ഇന്ന് കോൺക്രീറ്റ് കാടുകളിൽ നിന്നും മാറി നോക്കുമ്പോൾ ഈ വീട് നമ്മോട് പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്: പൈതൃകം സംരക്ഷിക്കേണ്ടത് ഭൂതകാലത്തെ മാത്രം ഓർക്കാനല്ല, വരും തലമുറകൾക്ക് ശരിയായ ദിശ കാണിച്ചു കൊടുക്കാൻ കൂടെയാണ്. ഇത്തരം പൈതൃകങ്ങളുടെ സംരക്ഷണം അത്യാവശ്യവുമാണ്. പുതിയ തലമുറകൾക്ക് അതിൽ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളും ആദർശങ്ങളും കൈമാറാനുള്ള വലിയൊരു തുടക്കം കൂടെയാകട്ടെ.